ആനപിടുത്തത്തെക്കുറിച്ച് കൗതുകകരമായ ധാരാളം അറിവുകൾ പകരുന്ന സ്ഥലമാണ് കോന്നി എക്കോ ടൂറിസം സെന്റർ. ഇവിടുത്തെ ആന മ്യൂസിയത്തിലെ ഒരു ഡിസ്പ്ലേ ആണിത്. കാടിനുള്ളിൽ വാരിക്കുഴി ഉണ്ടാക്കി ആനയെ വീഴ്ത്തുന്ന രീതി 1800കളിൽ കേരളത്തിൽ വ്യാപകമായിരുന്നു. വ്യക്തികൾക്ക് കാട്ടിൽ കുഴി ഒഴിക്കാൻ അനുവാദമുണ്ടായിരുന്നു അന്ന്. ഓരോ കുഴിക്കും സർക്കാരിന് നികുതി നൽകണം. പിടിക്കുന്ന ആനയെ സർക്കാരിന് വിൽക്കാം. 150 രൂപ കിട്ടും. സർക്കാർ സ്വന്തമായും കുഴികൾ കുത്തിയിരുന്നു. വാരിക്കുഴിയിൽ വീഴുന്ന ആനകളെ കുങ്കിയാനകളുടെ സഹായത്തോടെ കയറിട്ട് വലിച്ചു കയറ്റും. തുടർന്ന് ആനക്കൊട്ടിലേക്ക് കയറ്റും. അവിടെ ഇട്ടാണ് ചട്ടങ്ങൾ പഠിപ്പിക്കുന്നത്. അക്കാലത്തൊക്കെ വാരിക്കുഴിയിൽ വീണ് പരിക്ക് പറ്റിയും പട്ടിണി കിടന്നും ആനകൾ ചാകുന്നത് പതിവ് സംഭവമായിരുന്നു. ആനയെ പിടികൂടാൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും മറ്റും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആയിരത്തി 1869 ആനകളെ വെടിവെച്ച് കൊല്ലുന്നത് നിരോധിച്ചു. പിന്നാലെ 75 വാരിക്കുഴി പിടുത്തവും അവസാനിപ്പിച്ചു. കൂടുവെച്ച് പിടിക്കുന്ന രീതിയാണ് പിന്നീട് തുടർന്നത്. എന്നാൽ അത് ഫലപ്രദമല്ലാതെ വന്നതോടെ വാരിക്കുഴി വീണ്ടും മടങ്ങി വന്നു. ഒടുവിൽ 1977 നിയമപ്രകാരം ഇന്ത്യയിൽ വാരിക്കുഴി നിരോധിക്കുന്നത്. 1810 മുതൽ കോന്നിയിൽ ആനപ്പിടുത്തം നടന്നു വരുന്നു. വാരിക്കുഴിയിൽ വീഴുന്ന ആനയെ ഈ ആനക്കൊട്ടിലിട്ടാണ് പരിശീലിപ്പിച്ചിരുന്നത്. മുൻപ് വനം വകുപ്പ് ആനകളെ ലേലം ചെയ്തിരുന്നു. ആനക്കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവയെയും മുറിവേറ്റ് കാട്ടിലേക്ക് മടങ്ങാനാവാത്തവയെയും ഇപ്പോൾ ആനത്താവളത്തിൽ താമസിപ്പിച്ചിരിക്കുന്നു. അടുത്ത കാലത്ത് വാർത്തകളിൽ നിറഞ്ഞിരുന്ന കോന്നി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള കുങ്കിയാനകൾ ഇവിടെയാണ് വസിച്ചിരുന്നത്. കോന്നിയിലൂടെ കടന്നു പോകുന്നവർ ആനയറിവിന്റെ ഈ കേന്ദ്രം തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ്.